ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്നു പിടയും. വിശ്വസിക്കാൻ പോലുമാകാത്ത ക്രൂരതകൾക്ക് മുന്നിൽ വാക്കിനപ്പുറം ഒരു ശൂന്യത അനുഭവപ്പെടും. നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരനായ കുഞ്ഞിന്റെ വിയോഗം വെറുമൊരു മരണവാർത്തയല്ല. അത് മനുഷ്യത്വം മരവിച്ച ഒരു പിതാവിന്റെ ക്രൂരതയുടെ അടയാളമാണ്. ജനാലയ്ക്കപ്പുറം ഇരുട്ട് കനം വെച്ച ഒരു രാത്രി. തന്റെ ഭാര്യയുമായുള്ള സ്വകാര്യ നിമിഷങ്ങൾക്ക് തടസ്സമായി 1 വയസ്സുകാരനായ മകൻ ഉണർന്നു കരഞ്ഞത് ഷിജിൽ എന്ന പിതാവിനെ പ്രകോപിപ്പിച്ചു. വാത്സല്യത്തോടെ ചേർത്തു പിടിക്കേണ്ട കൈകൾ അവനെ തല്ലിച്ചതച്ചു. തന്റെ കൈമുട്ടുകൊണ്ട് ആ കുഞ്ഞിന്റെ കുഞ്ഞുവയറിൽ അവൻ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് ആ കുഞ്ഞ് എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകാം? സഹായത്തിനായി ആരെ വിളിച്ചിട്ടുണ്ടാകാം? ആ അമ്മ തന്റെ കുഞ്ഞിനായി കെഞ്ചിയിട്ടുണ്ടാകാം. പക്ഷേ ക്രൂരത തലയ്ക്കു പിടിച്ച ഷിജിൽ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിക്കാൻ പോലും തയ്യാറായില്ല. ഒടുവിൽ കുഞ്ഞിന്റെ ശ്വാസം നിലച്ച ശേഷമാണ് ആശുപത്രിയിലെത്തിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്നത് ഷിജിലിന്റെ മറ്റൊരു മുഖമാണ്. പല സെക്സ് ചാറ്റ് ആപ്പുകളിലും ഇയാൾ സജീവമായിരുന്നു. പല സ്ത്രീകളുമായും ബന്ധം പുലർത്തിയിരുന്നു. കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കാൻ ഇയാൾ മുൻപും ശ്രമിച്ചിരുന്നു. ഫോണിൽ കുഞ്ഞിന്റെ ആകെ ഉണ്ടായിരുന്നത് കൈയൊടിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രം മാത്രം. മനുഷ്യത്വത്തിന് ഇത്രയും അപജയം സംഭവിക്കാമോ എന്ന് ലോകം മുഴുവൻ ചോദിച്ചു പോകുന്ന ഒരു നിമിഷം. സ്വന്തം രക്തത്തെക്കാൾ വലുത് തൻ്റെ വൈകൃതങ്ങളാണെന്ന് വിശ്വസിച്ച ഒരു പിതാവ്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വരദാനമാണ്. അവരെ സംരക്ഷിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. പക്ഷേ ഇവിടെ ആ വാത്സല്യം ക്രൂരതയ്ക്ക് വഴിമാറി. നെയ്യാറ്റിൻകര കോടതി ഷിജിലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നീതി നടപ്പിലാകും. പക്ഷേ ആ പിഞ്ചു ചിരി ഇനി തിരികെ വരില്ല.